എന്റെ അടുത്ത് എന്നോട് മുട്ടടാ. ഞാൻ ഈ ലോക്കൽ ക്ലാസ് വേസ്റ്റുകളോടൊന്നും മത്സരിക്കാറില്ല. പോടാ. വേറെ ഏതെങ്കിലും കോളേജിൽ കാണോടെ ഇതേപോലെ ഒരേ മരിച്ചോട്ടില്ല SFI മേശും എന്നെ സമ്മതിക്കണം അല്ലേ? ഓ സമ്മതിച്ചു ചേട്ടാ. എന്താ രേഷ്മ, നേച്ചർ ക്ലബിന്റെ വല്ല പരിപാടി ഉണ്ടോ? അതൊന്നല്ല ചേട്ടാ, അവരാ ഊട്ടിയിലെ മരങ്ങൾ മുറിക്കാനുള്ള പ്ലാനാ. ചേട്ടൻ പെട്ടെന്നൊന്ന് അങ്ങോട്ട് വരണം. മോള് വെക്കൂ, ഞാൻ വരാം. ശരി ചേട്ടാ. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളോടും അധ്യാപക സംഘടനകളോടും ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ ഒരു ഉത്തരവാദിത്വം മാനേജ്മെന്റിനല്ലേ? അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല ജീവ. നാച്ചുറൽ ക്ലബിന്റെ സ്ഥലം തിരിച്ചു വാങ്ങിയെന്ന് മാത്രം. എന്നിട്ട് അവിടെ ഞാൻ പറയാം. ഈ കോളേജിന് ചുറ്റും ഏകദേശം 5 ഏക്കർ സ്ഥലം കാട് പിടിച്ച് കിടപ്പുണ്ട്. അത് കോളേജിന്റെ വികസനത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അല്ല, ആ സ്ഥലത്ത് എന്ത് വികസനമാണ് നടത്താൻ പോകുന്നത്? അതെന്ത് വേണമെന്ന് വഴിയെ തീരുമാനിക്കാം. ഇപ്പോഴത് വെട്ടിത്തെളിയിക്കുക എന്നുള്ളതാണ് പ്രാഥമിക പരിപാടി. 3 കുളം, 50ഓളം തേക്ക്, മറ്റു മരങ്ങൾ, എല്ലാം 100 വർഷത്തിലധികം പഴക്കമുള്ളത്. ഇതൊക്കെ നശിപ്പിക്കാൻ പോകുന്ന കാര്യമാണ് കുറ്റിക്കാട് വെട്ടിത്തെളിക്കാൻ പോകുന്ന മട്ടിൽ മുരളീധരൻ സാർ പറഞ്ഞത്. നിങ്ങൾക്ക് കള്ളും കഞ്ച അടിച്ചു കിടക്കാനുള്ള സ്ഥലം പോകുന്നതിന്റെ സങ്കടമാണ്. നിങ്ങൾ ആ സ്ഥലത്തിന് എന്തൊരു പേരിട്ടിട്ടുണ്ടല്ലോ, മൂന്നാറോ കൊടൈക്കനാലോ, എന്താ അത്? ഊട്ടി. അത് ഞങ്ങളിട്ട പേരല്ല, ഇവിടെ പഠിച്ചുപോയി ആരോ ഇട്ടതാണ്. പിന്നെ എല്ലാവരും അതങ്ങ് വിളിച്ചു. ഇനി വരാനുള്ളവരും അത് തന്നെ വിളിക്കും. ഇതാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഞാനത് അറിയിച്ചു. തീരുമാനം എടുത്തു, അറിയിക്കുകയും ചെയ്തു. ഇനി ഈ കോളേജിന്റെ യൂണിയൻ ചെയർമാൻ എന്ന നിലയിൽ ഞാനൊരു തീരുമാനം ഇപ്പൊ എടുത്തു. അത് ലൂക്കോച്ചൻ പറയും. അതെ, ഇവിടെ ഒരു കോപ്പ് നടക്കില്ല. അങ്ങനെ എല്ലാം സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തായി? ഒന്നും നടക്കില്ല. പൂന്തേട്ടാ, ഇതവര് മനഃപൂർവ്വം ചെയ്യുന്നതാ. ഇതിന്റെ അകത്തുനിന്നെങ്കിലും എന്നെ സാറെ വിളിക്കടാ. സാറേ, ഇതെല്ലാം റോഡ് സൈഡിൽ കിടക്കുന്ന സ്ഥലമാണ്. ഇതവര് വിറ്റ് കാശാക്കാനുള്ള പ്ലാനാണ് കേട്ടാ. അതെ, ട്രസ്റ്റിന്റെ കീഴിൽ നിന്നും ദേവസ്വത്തിന്റെ കീഴിലേക്ക് മാറ്റുന്നതിന് മുമ്പ് അവരിതെല്ലാം കെട്ടുമുടിക്കും. മരത്തിൽ കൈവച്ച് അവർ ജയിച്ച പിന്നെ എല്ലായിടത്തും ഒരു കൈവയ്ക്കും. അങ്ങനെയല്ലേ ചരിത്രം. ആ കർത്തയുടെ മുൻഗാമികൾ ഈ കോളേജിന് ഒരു അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇയാളത് കളഞ്ഞു വിളിക്കുന്ന തോന്നണേ. അതെ, അധികാരവും കച്ചവടവും തമ്മിലുള്ള രഹസ്യ ഉടമ്പടി. നേതാക്കന്മാരെല്ലാരും ഉണ്ടല്ലോ, എന്തൊട്ടാണ്ട് ഒരു ഗൂഢാലോചന. മരങ്ങളൊക്കെ വെട്ടി വെക്കുവോ? അതേടാ, നമ്മുടെ തേക്കിൻകാട് മൈതാനില്ലേ, അത് മുറിച്ചു വെക്കാനുള്ള പദ്ധതി ഉണ്ട്. നിനക്ക് വേണോടാ? എനിക്ക് വേണ്ട വെള്ളപ്പറ്റ, നീ എടുത്തോ. നീ പോടാപ്പനെ. കറുത്തൊരു കാര്യം തീരുമാനിച്ചാൽ നടപ്പിലാക്കും. നീ വെറുതെ എതിർക്കാനോ തടുക്കാനോ ഒന്നും നിൽക്കണ്ട. എടാ രഞ്ജ, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, കുറച്ചൊരു തീരുമാനം. ഞങ്ങളെ നടപ്പിലാക്കിയ നീ ചെല്ല്. നീ നിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ട് അങ്ങോട്ട് ചെല്ല്. നിനക്കറിയാൻ പാടില്ല ആരോടാ കളിക്കുന്നതെന്ന്. അയാളെ ഞങ്ങൾക്ക് അറിയണ്ട, പക്ഷെ അയാൾ അറിയും ഞങ്ങളാരാ. ശരി ശരി, അറിഞ്ഞോളൂ നിങ്ങൾ. ശരി.